സഞ്ജു സാംസണിന് വൻ തിരിച്ചടി. ICCയുടെ പുതിയ T20 റാങ്കിംഗ് പുറത്തു വന്നപ്പോൾ സഞ്ജു 36-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ബാറ്റിംഗിൽ സ്ഥിരതയില്ലാത്തതാണ് സഞ്ജുവിന് വിനയായത്. ഒപ്പം പരിക്കും സഞ്ജുവിനെ വേട്ടയാടുന്നു. എന്നാൽ ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ആദ്യ 5-ൽ 2 ഇന്ത്യൻ താരങ്ങൾ ഇടം നേടുകയും ചെയ്തു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ട്രാവിസ് ഹെഡ് 1-ാമതായുള്ള പട്ടികയിൽ സഞ്ജുവിനൊപ്പം ഓപ്പൺ ചെയ്യുന്ന അഭിഷേക് ശർമ്മ 2-ാം സ്ഥാനത്തേക്ക് എത്തി. ചെറിയ പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് അഭിഷേകിന് 1-ാം സ്ഥാനം നഷ്ടമായത്. വരും കാലങ്ങളിൽ അഭിഷേക് ശർമ്മയെ ലോക 1-ാം നമ്പർ T20 ബാറ്റ്സ്മാനായി കാണാൻ സാധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഫിൽ സാൾട്ട്, ജോസ് ബട്ട്ലർ എന്നിവരാണ് 4-ഉം 5-ഉം സ്ഥാനത്ത്. 6-ാമതായി സൂര്യകുമാർ യാദവുമുണ്ട്. 2 വർഷം മുമ്പ് T20യിലെ 1-ാം നമ്പർ താരമായിരുന്നു സൂര്യകുമാർ. പതും നിസംഗ, ടീം സിഫർട്ട്, കുശാൽ പെരേര, റീസ ഹെൻഡ്രിക്സ് എന്നിവരാണ് 6 മുതൽ 10 വരെ സ്ഥാനങ്ങളിലുള്ളത്. ബൗളർമാരുടെ പട്ടികയിൽ ന്യൂസിലൻഡിന്റെ ജേക്കബ് ഡഫിയാണ് 1-ാം സ്ഥാനത്ത്. ഇംഗ്ലണ്ടിന്റെ ആദിൽ റഷീദ് 2 സ്ഥാനം മെച്ചപ്പെടുത്തി 2-ാം സ്ഥാനത്തേക്ക് എത്തി. ഇന്ത്യയുടെ വരുൺ ചക്രവർത്തിയാണ് 3-ാം സ്ഥാനത്ത്. ശ്രീലങ്കയുടെ വാനിന്ദു ഹസരംഗ 4-ാം സ്ഥാനത്തും നിലകൊള്ളുന്നു. വിൻഡീസിന്റെ അഖിൽ ഹുസൈൻ 5-ാം സ്ഥാനത്താണ്. എന്നാൽ ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഇന്ത്യക്ക് അഭിമാനമായി ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് 1-ാമത്. വർഷങ്ങളായി ആർക്കും വിട്ടുകൊടുക്കാത്ത ആ 1-ാം നമ്പർ ഇപ്പോഴും യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. ഓസ്ട്രേലിയയുടെ സ്റ്റോയിനിസ് 2-ാമതും നേപ്പാളിന്റെ ദീപേന്ദ്ര സിംഗ് 3-ാമതുമാണ്. അഫ്ഗാന്റെ മുഹമ്മദ് നബി 4-ാമതും ശ്രീലങ്കയുടെ വാനിന്ദു ഹസരംഗ 5-ാമതുമാണ്. ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് പരമ്പരയ്ക്ക് പിന്നാലെയാണ് ICC പുതിയ പട്ടിക ഇറക്കിയത്. അടുത്തതായി ബംഗ്ലാദേശുമായി നടക്കാനിരിക്കുന്ന T20 പരമ്പരയിലും സഞ്ജുവിന് തിളങ്ങാനായില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീമിലെ സ്ഥാനത്തിന് ഇളക്കം തട്ടിയേക്കാം. ചിലപ്പോൾ ടീമിൽ നിന്നും പുറത്തുപോയെന്ന് വരെ വരാം. ഒരു മലയാളി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വൻ തിരിച്ചുവരവിനായി പ്രത്യാശിക്കാം.